about to witness something amazing. More accurately, you're about to witness the result of an amazing supernatural equation of events: baptism. Oh come, Emmanuel, and ransom captive Israel that mourns in lonely exile here, until the Son of God appear. Rejoice, rejoice, Emmanuel shall come to thee, O Israel. O come, O Key of David, come and open wide our heavenly home. Make safe the way that leads on high, and close the ആരംഭിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ മഹത്വത്തെക്കുറിച്ച് ദൈവകൃപയെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഫിലിപ്പ് സി എബ്രഹാമച്ചൻ ഒരു വാക്ക് നിങ്ങൾ പറയും. ത്രിയേക ദൈവത്തിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വാങ്ങിയ കോർബിസ്കോപ്പ ബഹുമാനപ്പെട്ട ജോൺ തോമസ് അച്ഛൻ, ബഹുമാനപ്പെട്ട ജോയ്സി അച്ഛൻ, ആൻഡ് ജോൺസ് അച്ഛൻ, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എന്തുകൊണ്ടും ശ്രേഷ്ഠമായിരിക്കുന്ന നിമിഷങ്ങളിലേക്കാണ് ദൈവത്തിൻ്റെ കൃപ നമ്മെ വിളിച്ച് അടുപ്പിച്ചിരിക്കുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് കർത്താവിൻ്റെ ദീർഘരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട് ഈ ഭൂമിയിലേക്ക് അയച്ച കുഞ്ഞിനെ കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ പ്രതിരൂപമായി കർത്താവിനെ കാണിച്ചു കൊടുക്കുന്നവളായി ഈ ലോകത്ത് ജീവിക്കുക എന്നുള്ളതാണ്. ഈ കുഞ്ഞിനെ ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചത് ഈ കുഞ്ഞുങ്ങൾ അപ്രകാരം ജീവിക്കുവാനായിട്ടാണ്. എന്നാൽ ഈ ലോകം പാപത്തിന് അടിമപ്പെട്ട് കഴിയുന്ന ലോകമായതുകൊണ്ട് ഈ ലോകത്തിൽ തന്നെത്താൻ ആർക്കും അത് കഴിയുകയില്ല. അതുകൊണ്ട് ഇവിടെ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ നാം ഓരോരുത്തരും ആയിരിക്കുന്നത് പോലെ തന്നെ കർത്താവ് യേശു മിശിഹാ തമ്പുരാന്റെ
ശരീരമാകുന്ന സഭയോട് ഒട്ടിച്ചേർക്കപ്പെട്ടേ മതിയാകും. ഈ ലോകത്തിലായിരിക്കുമ്പോൾ തന്നെ ഈ ലോകത്തിൻ്റെതല്ലാതെ സഭയാകുന്ന നൗകയിൽ ജീവിക്കുന്ന അനുഭവം, അതാണ് മാമോദീസായോടെ ലഭിക്കുന്നത്. ആ നൗകയിൽ വെള്ളം കയറിയാൽ ആ നൗക വെള്ളത്തിലൂടെയാണ് ഓടുന്നത്, ലോകമാകുന്ന വെള്ളത്തിലൂടെയാണ്. പക്ഷെ ആ നൗകയ്ക്കകത്ത് അല്ലെങ്കിൽ ആ വള്ളത്തിനകത്ത് വെള്ളം കയറിയാൽ അത് മുങ്ങിപ്പോകും. അതുകൊണ്ട് വെള്ളം കയറാതെ കർത്താവ് നയിക്കുന്ന നൗകയായിട്ട് ഈ ലോകമാകുന്ന വെള്ളത്തിന്റെ ഓളങ്ങളിലൊന്നും പെട്ടുപോകാതെ കർത്താവ് നിയന്ത്രിക്കുന്ന നൗകയായി ലക്ഷ്യത്തിലേക്ക് പോകത്തക്കവണ്ണം നമ്മെ ഓരോരുത്തരെയും പോലെ കുഞ്ഞുങ്ങളായി തീരുവാൻ തക്കവണ്ണമുള്ള ധന്യ നിമിഷത്തിലേക്ക് കർത്താവ് നമ്മെ വിളിച്ചടുപ്പിച്ചിരിക്കും. ഈ ശ്രേഷ്ഠ കൂദാശയിലൂടെ ഈ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്നത് പ്രധാനമായും 4 കൃപകളാണ്. ഒന്നാമത് പാപമോചനം. പാപമോചനം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നാം ചിന്തിക്കും, ജനിച്ചിട്ട് ഏതാനും മാസങ്ങളായി കുഞ്ഞുങ്ങൾക്ക് എന്താണ് ഇത്രമാത്രം പാപമുള്ളത്? ഈ ലോകത്തിലേക്ക് മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചത് മുഖാന്തരമായിട്ട് പാപം കടന്നു വന്നു. അതിന് നമ്മൾ ജന്മപാപമോ നല്ല പറയുന്നത്, അത് സഭയുടെ പഠിപ്പിക്കലല്ല, ആദാമ്യ പാപം. ആദാം പാപം ചെയ്തതിലൂടെ ആദാമിന്റെ മക്കളായി ജനിക്കുന്ന എല്ലാ മനുഷ്യരും ആദാമ്യ പാപത്തിലേക്ക് കടന്നു വരും. ആ പാപത്തിന്റെ പരിഹാരം കർത്താവ് ക്രൂശിന്മേൽ യാഗമായിട്ട് തന്നെ അർപ്പിച്ചുകൊണ്ട് താൻ തന്നെ നമ്മെ വീണ്ടെടുത്തു. ആ നിലയിൽ ആ പാപമോചനത്തിന്റെ സഭയ്ക്ക് പാപമോചന അധികാരം നൽകി. ഈ കുഞ്ഞാണ് അല്ലെങ്കിൽ ശൈശവത്തിലാണ് മാമോദീസ സ്വീകരിക്കുവാനായിട്ട് ഏറ്റവും യോഗ്യതയുള്ള സമയമെന്നുള്ളത് നമ്മൾ ഓർക്കണം. പലരും ചോദിക്കാറുണ്ട്, ശൈശവത്തിലെ മാമോദീസ എങ്ങനെയാണ്, ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന്. ദൈവത്തിന്റെ കൃപ ഏതിന്മേൽ വരുന്നുവോ അതിനെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കുന്ന ശക്തമാണ് ദൈവത്തിന്റെ കൃപ. നിങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാകുന്നുവെന്ന് പഠിപ്പിക്കുന്ന കർത്താവിന്റെ സഭയുടെ ആ വിശ്വാസം അനുസരിച്ചാണ് കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കുന്നത് എന്നുള്ള കാര്യവും ഓർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കും. നീ വിശ്വാസപൂർവ്വം പരമേൽപ്പിച്ച ആത്മീയ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെയും യോഗ്യരാക്കണമേ. കർത്താവേ, ഇപ്പോൾ സ്നാനത്തിനും വീണ്ടും ജനനത്തിനുമായി അടുത്തു വരുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് ഭാവികളായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം രക്ഷ ലഭിക്കുകയും ഇവർ അനുഗ്രഹങ്ങളും കരുണയും പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. Hallelujah,
ആരാധനായി
വിശുദ്ധ മാമോദീസായ്ക്ക് ഒരുങ്ങി വന്നിരിക്കുന്ന ഈ നിന്റെ മക്കൾക്ക് വേണ്ടി ഈ സുഗന്ധധൂപം നിന്റെ കരുണാപ്രകൃതിക്ക് മുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. എന്റെ കർത്താവേ, നിന്റെ മക്കൾ ജീവങ്കിലേക്ക് നിന്നാൽ മുദ്രകുത്തപ്പെടുകയും നിന്റെ മാനാവകാശത്തിൽ എത്തിച്ചേരുകയും നിന്റെ പരിശുദ്ധ കൽപ്പനകളെ പിന്തുടരുകയും ചെയ്യുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. Moreover, the law entered that the offense might abound. But where sin abounded, grace abounded much more. So that as sin reigned in death, even so grace might reign through righteousness to eternal life through Jesus Christ our Lord. What shall we say then? Shall we continue in sin that grace may abound? Certainly not. How shall we who died to sin live any longer in it? Or do you not know that as many of us as were baptized into Christ Jesus were baptized into his death? Therefore we were buried with him through baptism into death, that Christ was raised from the dead by the glory of the Father. Even so we also should walk in newness of life. For if we have been united together in the likeness of his death, certainly we also shall be in the likeness of his resurrection. Knowing this, that our old man was crucified with him, that the body of sin might be done away with him, that we should no longer be slaves of sin. For he who has died has been freed from sin. Now if we die with Christ, we believe that we shall also live with him. Knowing that Christ has been raised from the dead, dies no more. Death no longer has dominion over him. For death that he died to sin once for all. But the life that he lives to God. Likewise, you also reckon yourself to be dead indeed to sin, but alive to God in Christ Jesus our Lord. Let us repeat and listen to the gospel and words of God in the holy evangelion of our Lord Jesus Christ that is read to us. ഓർക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിലൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കുമാറാകട്ടെ. ദൈവം നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശുമിശിഹാ തമ്പുരാന്റെ വിശുദ്ധായ എവങ്കേലിയോൻ ലോകത്തിന്റെ ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്നും ജഡധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവും നമ്മുടെ ദൈവവുമായ യേശുമിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. വിശ്വസിച്ച
യോഹന്നാനെ കുറിച്ച് ഇദ്ദേഹം മശിഹായിരിക്കുമോ എന്ന് സംശയിച്ച് ജനമെല്ലാം ഉള്ളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ ഉത്തരമായിട്ട് അവരോട് പറഞ്ഞു, ഞാനിതാ നിങ്ങൾക്ക് വെള്ളം കൊണ്ട് മാമോദിസ നൽകുന്നു. എന്നാൽ എന്നേക്കാൾ ബലവാനായവൻ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ചെരുപ്പുകളുടെ വാറുകൾ അഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല. അദ്ദേഹം പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും നിങ്ങൾക്ക് മാമോദിസ നൽകും. ഒരുവൻ വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും വീണ്ടും ജനിക്കാതിരുന്നാൽ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയുകയില്ല എന്ന് സത്യമായി നിന്നോട് പറയുന്നു. എന്തെന്നാൽ ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡവും ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവുമാവുന്നു എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ശിഷ്യന്മാരിൽ ഊതിയതായ ദൈവിക ശ്വാസം ഇവർക്ക് നൽകണമേ. വിശുദ്ധാത്മ സ്വീകരണത്തിന് ഇവരെ ഒരുക്കിക്കൊണ്ട് വിഗ്രഹാരാധനയുടെ സകല അവശിഷ്ടത്തെയും ഇവരുടെ മനസ്സിൽ നിന്ന് ദൂരീകരിക്കണമേ. വീണ്ടും ജനന സ്നാനത്തിന് ഇവരെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശുമിശിഹ എന്ന നിന്റെ ഏകപുത്രൻ മുഖാന്തരം പാപമോചനത്തിന് ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഇവരുടെ പരിശുദ്ധമായ നാമത്തിൽ നിത്യജീവന് വേണ്ടി ദാനിയേൽ മുദ്ര കുത്തപ്പെടുന്നു. നാമത്തിൽ നിത്യജീവന് വേണ്ടി റോസ്മേരി മുദ്ര കുത്തപ്പെടുന്നു. നിന്റെ കൈപ്പണിയായ നിന്റെ സൃഷ്ടിയിൽ നിന്ന് തിരുനാമത്തിൽ മുദ്രയിട്ടുകൊണ്ട് സകല ശുദ്ധ ദുഷ്ടാത്മാക്കളെയും ഞങ്ങൾ ബഹിഷ്കരിക്കുന്നു. വക്രബുദ്ധിയും അഹങ്കാരിയുമായവരെ നിശാസിച്ച് ഈ നിന്റെ മക്കളെ വഞ്ചകാത്മാക്കളിൽ നിന്ന് സ്വതന്ത്രരാക്കണമേ. അല്ലേ അശുദ്ധാത്മാവേ, വരുവാനിരിക്കുന്ന ന്യായത്തെ നീ ഭയപ്പെട്ടുകൊള്ളുക. ദൈവസൃഷ്ടിയെ നീ സമീപിക്കരുത്. എന്തെന്നാണ് പിശാചുകളുടെ അധിവാസസ്ഥലമല്ല, ദൈവത്തിന്റെ ആലയമാവുന്നു. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവത്തെ കൊണ്ട് ഞാൻ നിന്നെ ശപഥം ചെയ്യിക്കുന്നു. അല്ലയോ അശുദ്ധാത്മാവേ, നീ സമൂലം വേഗത്തിൽ നിശേഷം നീങ്ങിപ്പോവുക.
മത്സരിക്കരുത്. തലത്തുടുന്നവര് നിനക്ക് കുഞ്ഞിനെ പിടിക്കാം. ഇടത് കൈ കൊണ്ട് കുഞ്ഞിന്റെ ഇടത് കൈയെ പിടിക്കണം. കുഞ്ഞിന്റെ മുഖം പടിഞ്ഞാറോട്ടായിരിക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ഞാൻ ഈ പറയുന്ന പ്രാർത്ഥന ഏച്ചു വരണം. മോന്റെ വരുമ്പം ഡാനിയൽ എന്ന് പറയണം, മോന്റെ വരുമ്പം റോസ്മേരി എന്ന് പറയണം കേട്ടോ. മാമോദിസ മുങ്ങുന്ന ദാനിയേൽ ഞാൻ, സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്നെയുള്ള സകല ഭയത്തെയും നിന്റെ സകല വഞ്ചനയെയും ഉപേക്ഷിക്കും. മാമോദിസ മുങ്ങുന്ന സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്നെയുള്ള സകല ഭയത്തെയും നിന്റെ സകല വഞ്ചനയെയും മാമോദിസ മുങ്ങുന്ന സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും ദൂതന്മാരെയും നിന്നെയുള്ള സകല ഭയത്തെയും നിന്റെ സകല വഞ്ചനയെയും ഉപേക്ഷിക്കും. നീ വലത് കൈ കൊണ്ട് കുഞ്ഞിന്റെ വലത് കൈയെ പിടിക്കണം. കുഞ്ഞിന്റെ മുഖം കിഴക്കോട്ടായിരിക്കും ചെയ്യണം. മാമോദിസ മുങ്ങുന്ന മശിഹാ തമ്പുരാനെ നിന്നിലും പരിശുദ്ധ നിബിയന്മാരും ശ്ലീഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നിന്നാൽ ഫലമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കും. മാമോദിസ മുങ്ങുന്ന മശിഹാ തമ്പുരാനെ നിന്നിലും പരിശുദ്ധ നിബിയന്മാരും ശ്ലീഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നിന്നാൽ ഫലമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കും. മാമോദിസ മുങ്ങുന്ന മശിഹാ തമ്പുരാനെ നിന്നിലും പരിശുദ്ധ നിബിയന്മാരും ശ്ലീഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നിന്നാൽ ഫലമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കും. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. സാത്താനെ ഞാൻ ഉപേക്ഷിക്കുന്നു, മശിഹായെ ഞാൻ സ്വീകരിക്കുന്നു. സാത്താനെ ഞാൻ എന്നേക്കുമായി ഉപേക്ഷിച്ച് മശിഹായിൽ പൂർണ്ണമായി പിതാവായ ആകാശത്തിന്റെ ദൈവത്തിന്റെ ഏകപുത്രനും
സർവ്വലോകങ്ങളുടെ പിതാവിനെ ജനിച്ചവരും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യത്തിൽ നിന്നുള്ള സത്യവും ജനിച്ചവൻ സൃഷ്ടിയാകും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവരും സകലവും താൻ മുഖാന്തരമായി നിർമ്മിച്ചവരും മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരയായി തീർന്നു മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽപ്പെട്ട് കഷ്ടമനുഭവിച്ച് മരിച്ചെഴുന്നേറ്റ് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിനോട് ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെയും പരിപാലിക്കുന്നവരും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവരുമായ യേശുമിശിഹായ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവരും ദിവ്യന്മാരും സ്ത്രീയന്മാരും മാത്രം സംസാരിച്ചവരുമായ ജീവനും വിശുദ്ധിയുള്ള ഏകരൂപായും കാതോലികവും സ്നേഹിതവുമായ ഏക വിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസമാ ഒരിക്കൽ മാത്രമായി ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ തീരുവാൻ വേണ്ടി സന്തോഷധൈര്യത്താൽ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധമായിട്ട് നാമത്തിൽ നിത്യജീവന് വേണ്ടി ദാനിയേൽ മുദ്ര കുത്തപ്പെടുന്നു. തീരുവാൻ വേണ്ടി സന്തോഷധൈര്യത്താൽ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധമായിട്ട് നാമത്തിൽ നിത്യജീവന് വേണ്ടി റോസ്മേരി മുദ്ര കുത്തപ്പെടുന്നു. ഞങ്ങളുടെ ബലഹീനമായ മധ്യസ്ഥയാലി വെള്ളം ആത്മീയമുതരവും നാശമില്ലായ്മയും വാർക്കുന്ന മൂശയുമായി തീരത്തക്കോണം നിന്റെ വിശുദ്ധാത്മ ശക്തിയും വ്യാപാരവും ഇതിൽ കലർത്തണമേ. ഇതിൽ മാമോദീസാമെന്ന നിന്റെ മക്കൾക്ക് ഇരുഷ്ടത്താലും നിന്റെ ഏകപുത്രന്റെ മനുഷ്യ സ്നേഹത്താലും നിന്റെ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്താലും ഇത് നാശരഹിതമായ ആത്മീയ വസ്ത്രവും പാപബന്ധനങ്ങളിൽ നിന്നുള്ള മോചനവുമായി തീരുവാൻ കൃപയാരുകയും ചെയ്യണമേ. ഓശോ പവകുല സുബാൻ ലവണി ഭൂതലജാതികളെ ഹാലേലൂയ ചേർത്തു സലിലംയോവെന്ന സ്നാനത്തിനായി മുങ്ങി ശുദ്ധീകരണം ചെയ്തതിനുള്ളിൽ മാശിന നീരിൽ നിന്നും തീരത്തേറുമ്പോൾ അവനെ വാങ്ങി ചവരിയും അമ്പരവും അറിയോ കതിരുകൾ ചായിച്ചു താരകൾ പൂവിയാറ്റും നിരയോടുറ്റുകളിൽ വാട്ടിയ ദൈവത്തെ ഹാലേലൂയ ഓ ഹാലേലൂയ. ആചാര്യന്മാർ മോദിസ തൊട്ടിത്തുടർത്തും ആത്മജനത്തിൽ മുങ്ങി പ്രാവിൽ
ജീവൻ ജഗതി കരുണേടും മഹിതൃത്വത്തിൽ ഹല്ലേലൂയ കൊള്ളുന്ന ഭയം വെടിപ്പാക്കുന്നവനും സർവവിധ നന്മകളും പ്രദാനം ചെയ്യുന്നവനുമാകയാൽ നിനക്കും നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയറ്റും. ഈ വെള്ളത്തിന്റെ നേരെ തിരിഞ്ഞ് ഇതിനെ ശുദ്ധീകരിക്കണമേ. രക്ഷിക്കപ്പെട്ടതായ നിന്റെ സഭയും നാട്ടിൻകൂട്ടവും യോർദാൻ നദീ പ്രവാഹത്തിൽ നിന്നുകൊണ്ട് നിന്നോടും നീ മുഖാന്തരം നിന്നോടുകൂടെയും നിന്റെ പിതാവിനോടും മനോവേദനയോടെ അപേക്ഷിക്കുന്നു. വിധേയിക്കാൻ പോക്കില്ലാമോ ഓക്കാതുമോ ഉത്തമനേ ദൈവതോ നിന്നമേ കരുണ ചെയ്യണമേ. ഈ വെള്ളത്തെ ആശ്വാസകരവും സന്തോഷകരവും ആനന്ദകരമായ വെള്ളവും നിന്റെ ഏകപുത്രന്റെ മരണത്തെ ദൃഷ്ടാന്തപ്പെടുത്തുന്ന വെള്ളവും വെടിപ്പാക്കുന്ന വെള്ളവുമാക്കി തീർക്കണമേ. ശരീരങ്ങളുടെ മാലിന്യത്തെ ശുദ്ധീകരിക്കുന്നതും ബന്ധനങ്ങളെ അടിക്കുന്നതും വിളകളെ ക്ഷണിക്കുന്നതും ആത്മശരീരങ്ങളെ പ്രകാശിപ്പിക്കുന്നതുമാക്കി തീർക്കണമേ. നല്ലതും നാശരഹിതമായ വസ്ത്രവും വിശുദ്ധാത്മാവിന്റെ പുതുക്കവും ആക്കി തീർക്കണമേ. ദൈവമേ, വെള്ളം നിന്നെ കണ്ടു. കർത്താവേ, വെള്ളം നിന്നെ കണ്ട് ഭയപ്പെട്ടു. ശബ്ദവും വെള്ളത്തിന്മേൽ മുഴങ്ങി. മഹത്വമുള്ള ദൈവമായ കർത്താവ് പെരുവെള്ളത്തിൽ മീതെ ഗർജിച്ചു. പുത്രനും പരിശുദ്ധ റൂഹായിക്കും ആദ്യം മുതൽ എന്നേക്കും സ്തുതി. വെള്ളത്താൽ പഴയ മനുഷ്യൻ പുതുതാക്കപ്പെട്ട് നല്ല
മലിനീകരിക്കപ്പെടുവാൻ വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ പരിശുദ്ധ മൂറോൻ ഇതിൽ ഞങ്ങൾ ഒഴിക്കുന്നു. നിന്റെ കൃപയാൽ നിറയുകയും നിന്റെ ദിവ്യകൽപ്പനകൾ പാലിക്കുകയും ഞങ്ങളും ഇവരും കൂടെ നിനക്കും നിന്റെ ഏകപുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ വകുകൂല സുബാനുള്ളവേ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ഈ വെള്ളം ദിവ്യസ്നാനത്തിനും വീണ്ടുജനത്തിനുമായി ഭവിക്കുവാൻ വേണ്ടി ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു.
നിത്യജീവന് വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധരുടെ നാമത്തിൽ റോസ്ബേരി മാമോദിസ നിന്റെ ഭടന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിരിക്കുന്ന ഇതിന്റെ മക്കൾ ഈ പരിശുദ്ധമായ മുദ്രയും അടയാളവും നിന്റെ നാമത്തിൽ പ്രാപിക്കുമാറാകണമേ. ഈ പരിശുദ്ധമായ മൂറോൺ തൈലത്താൽ അന്യമായ സകലവിധ പരിമളവാസനകളാൽ ഇവർ നിറയുകയും പ്രതികൂല സൈന്യങ്ങൾക്ക് കീഴടങ്ങാത്തവരായി തീരുകയും ചെയ്യണമേ. ഇനിയവർ ദുഷ്പ്രഭുക്കളെയോ അന്ധകാല ശക്തികളെയോ ഭയപ്പെടുവാനിടയാകാതെ നിന്റെ തേജസ്സിൽ തന്നെ നടക്കുകയും പ്രകാശത്തിന്റെ മക്കളായി തീരുകയും നിന്നെ കൂടെ സഞ്ചരിച്ചുകൊണ്ട് നിന്റെ തിരുസന്നിധിയിൽ എത്തിച്ചേരുകയും ചെയ്യുമാറാകണമേ. ഓശോ വകുല പരിമളവാസനയും സത്യവിശ്വാസത്തിന്റെ അടയാളവും മുദ്രയും വിശുദ്ധാത്മനിർവരണത്തിന്റെ പൂർത്തീകരണവുമായ വിശുദ്ധ മൂറോനാൽ നിത്യജീവന് വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധമായ നാമത്തിൽ ദാനിയേൽ മുദ്ര കുത്തപ്പെടുന്നു. സത്യവിശ്വാസത്തിന്റെ അടയാളവും മുദ്രയും വിശുദ്ധാത്മനിർവരണത്തിന്റെ പൂർത്തീകരണവുമായ വിശുദ്ധ മൂറോനാൽ നിത്യജീവന് വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധമായ നാമത്തിൽ റോസ്മേരി മുദ്ര കുത്തപ്പെടുന്നു. ഈ നിന്റെ പൈതലിനെ പ്രഭുകൊണ്ടും ഭക്തനും കിരീടം ധരിപ്പിക്കുകയും
ഇവന്റെ ജീവൻ നിന്റെ കർത്തൃത്വത്തിന് പ്രീതികരവും തിരുനാമത്തിന് യോഗ്യമായിരിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ ആത്മീയമാതാവിൽ നിന്ന് നിന്റെ ഏകജാതന് സഹോദരി സഹോദരങ്ങളായി നീ പൂർത്തീകരിച്ചിട്ടുള്ള ഈ നിന്റെ ദാസരെ ജീവദായകമായ നിന്റെ വിവേകശക്തി മൂലം സുവിശേഷപരമായ നടപടികളിലേക്ക് നീ നയിക്കണമേ. നല്ല അവസാനം പ്രാപിക്കുന്നവർക്കായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഈ കിരീടം നിന്റെ സ്വർഗരാജ്യത്തിൽ വെച്ച് ഇവർ പ്രാപിക്കുമാറാകണമേ. ഈ കിരീടം നീക്കപ്പെടുന്നതോടുകൂടെ നിന്റെ വലതുകൈയുടെ സഹായം ഇവർക്ക് നഷ്ടപ്പെടാതെ ഇവർ ഇതിൽ തന്നെ കുറച്ച് ശക്തി പ്രാപിക്കുകയും ചെയ്ത് നിന്നെയും നിന്റെ ഏകപുത്രനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുകൂല സുബാൻ ലോൽമേ. ദൈവം നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. അന്യനായ പുത്രൻ നിന്നെ കാത്തുകൊള്ളട്ടെ. നീ ധരിച്ചിരിക്കുന്ന പരിശുദ്ധ റൂഹ നിന്നെ പൂർത്തീകരിച്ച് ഉപദ്രവങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിക്കട്ടെ. നീ സ്വീകരിച്ചിരിക്കുന്ന ഈ വിശുദ്ധ മാമോദീസ എന്നേക്കും നിങ്ങളിൽ വസിക്കുകയും ചെയ്യുമാറാകട്ടെ. എന്നേക്കും നമ്മുടെ ദൈവമായ മിശിഹായുടെ പാപപരിഹാരപ്രദമായ മാമോദീസായിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ഈ പരിശുദ്ധ മൂറോനോടുകൂടെ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോവുക. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ മാമോദീസായുടെ ആദ്യ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് വിശുദ്ധ കുർബാന അനുഭവിച്ചാണ് ഈ കൂദാശയും അതുപോലെ മറ്റെല്ലാ കൂദാശകളും പൂർണ്ണമാകും. നല്ല ഭക്തിയോടും ദൈവകൃപ നിറഞ്ഞ അനുഭവത്തിലും നല്ല ഉത്തമ വിശ്വാസത്തോടും ഈ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ ദൈവം ഭാഗ്യം തരട്ടെ എന്ന് പ്രാർത്ഥന. ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ സാന്നിധ്യം വളരെ സന്തോഷമായിരുന്നു. ബഹുമാനപ്പെട്ട ജോൺ തോമസ് അച്ഛൻ ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ഈ ഇടവകയായിട്ട് കടപ്പെട്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട ഫിലിപ്പ് സി എബ്രഹാമത്തിനും പറഞ്ഞതുപോലെ തന്നെ ഇടവകയോടും കുടുംബത്തോടുമുള്ള ബന്ധത്തിലും സ്നേഹത്തിലും വളരെ വിലയേറിയ സംഭാവനകൾ ചെയ്യുന്ന പത്രക്കാരാണ്. ബഹുമാനപ്പെട്ടവരായ ജോണച്ചനോടും യോസഫിനോടുമുള്ള സന്തോഷമാണ്. ശുശ്രൂഷക്കാരൊക്കെ വളരെ ഭക്തിയോടെ പ്രാർത്ഥനാപൂർവ്വം നേരത്തെ ഒന്ന് സംബന്ധിച്ചു. ഞങ്ങളുടെ സന്തോഷം അറിയിക്കട്ടെ. മനോഹരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു, അത് പ്രവർത്തിച്ചതോടുള്ള സന്തോഷം. വിശിഷ്ട അതിഥികളായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ വിശുദ്ധ മാമോദീസായിലേക്കും തുടർന്ന് നടക്കുന്ന വിശുദ്ധ കുർബാനയിലേക്കും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയെ വളരെ ആകാംക്ഷയോടെ ഞങ്ങൾ കാത്തിരിക്കുകയും ചെയ്യും. Yeah.
സമയം ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ.
ശ്രീഹാസ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹവും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. ന്യായപ്രമാണത്തിന്റെ പ്രവേശനം പാപം വർദ്ധിപ്പാനായിട്ട് കാരണമായി തീർന്നു. പാപം വർദ്ധിച്ചെടുത്തു തന്നെ കൃപയും വർദ്ധിച്ചു. അത് മരണത്തിൽ പാപമാണതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശു മിശിഹ മൂലം നിത്യജീവികളിലേക്ക് നീതിയിൽ കൃപയും വാഴുവാനായിട്ടായിരുന്നു. ആയതുകൊണ്ട് നാം എന്താണ് പറയേണ്ടത്? കൃപ വർദ്ധിപ്പാനായിട്ട് പാപത്തിൽ തന്നെ ഇരിക്കണമെന്നോ? ഒരു നാളും പാടില്ല. എന്തുകൊണ്ടെന്നാൽ പാപത്തിന്റെ ദൃഷ്ടിയിൽ മൃതരായ നാം പിന്നെയും അതിൽ തന്നെ ജീവിക്കുന്നത് എങ്ങനെ? അല്ലെങ്കിൽ യേശു മിശിഹായിൽ മാമോദീസ മുങ്ങിയവരായ നാം അദ്ദേഹത്തിന്റെ മരണത്തിലാകുന്നു മാമോദീസ മുങ്ങിയതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? യേശു മിശിഹാ പിതാവിന്റെ പ്രഭാവത്തോടുകൂടെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം ചെയ്ത പ്രകാരം തന്നെ നാമും പുതിയ ജീവനിൽ സഞ്ചരിപ്പാനായിട്ട് മാമോദീസ രൂപമായ മരണത്താൽ അവിടുത്തോട് ഒരുമിച്ച് സംസ്കരിക്കപ്പെടുകയും ചെയ്തു. വായിക്കുമോ? നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ മിശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പ്രഖ്യാപനമായ നമ്മുടെ കർത്താവായ യേശു മിശിഹാ തമ്പുരാന്റെ വിശുദ്ധ ഏവൻഗേലിയോൻ ലോകത്തിന്റെ ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്നും ജഡം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹാ തമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാര കാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. പേരും യേശു തമ്പുരാൻ അവരോട് കൽപ്പിച്ചിരുന്ന ഗലീലയിലെ മലയിലേക്ക് പോയി. അവർ അവിടെ യേശുവിനെ കണ്ടപ്പോൾ അവനെ വന്ദിച്ചു. എന്നാൽ അവരിൽ ചിലർ സംശയിച്ചു. യേശു തമ്പുരാൻ അടുത്ത് ചെന്ന് അവരോട് ഇപ്രകാരം പറഞ്ഞു: സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സർവാധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി സർവജാതികളെയും ശിഷ്യരാക്കുവേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരുടെ നാമത്തിൽ അവർക്ക് മാമോദീസ നൽകുവേൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള സകലവും ആചരിപ്പാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്യുവേൻ. ഇതാ, ലോകാവസാനം വരെ എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും എന്ന് താൻ കൽപ്പിച്ചവരുടെ ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ.
ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്കും മോചനവും രണ്ടു ലോകങ്ങളിലും എന്നേക്കും നാം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. ഭാവിയും ദാസനുമാകുന്ന ഞാൻ ദൈവമേ നിന്നോട് ഉത്തരമായി കീർത്തിച്ചു പറയുന്നു. പരിശുദ്ധനായ പിതാവ്, പരിശുദ്ധനായ പുത്രൻ, പരിശുദ്ധനായുള്ളവനും പരിശുദ്ധനുമായ ആത്മാക്കളുടെയും മുറപ്പിതാക്കന്മാരുടെയും സഹോദരങ്ങളുടെയും നേതാക്കളുടെയും പുരുഷന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധാശ്രമയുടെ കാണുന്ന വിശ്വാസികളായ പല മരിച്ചുപോയവരുടെയും ആത്മാക്കളുടെയും ലോകങ്ങളിലും എന്നേക്കും മനസ്സിനെ തോന്നിക്കൊണ്ട് അവയാളുടെ ദാസത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട ഈ ആചാര പ്രാർത്ഥന ചൊല്ലണം. പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങളുടെ പിതാവിനെ ജനിച്ചവനും പ്രകാശവും സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും തലമുഖാന്തരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ ദൈവമാതാവായ വിശുദ്ധ ശരീരയായി തീർന്നു മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ വരുമാനിക്കുന്നതും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവരുമായ യേശുമിശിഹായ കർത്താവ് ഞങ്ങൾ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെടുന്നതും ദിവ്യമായ സ്ത്രീയമായ സംസാരിച്ചതുമായ ജീവനും വിശുദ്ധമായ സൈനികവുമായ ഏകവിശുദ്ധ സൈന്യം ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദിസ ഒരിക്കൽ മാത്രമായി മരിച്ചുപോയവരുടെ വരുമാനിക്കുന്ന ലോകത്തിലെ പുതിയ ജീവിതമായി ഞങ്ങൾ പാർക്കുന്നു. കരുണാസമയം
നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ വമ്പുകൂല സുബാൻ ലോർങ്ങി എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധം ദിവ്യമായ ചുമനത്താൽ ഓരോരുത്തരും അവനവന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ഞങ്ങളുടെ ആയുഷ്കാലം ഈ സമാധാനം ഞങ്ങളെ ഉൾക്കൊള്ളണമേ. അന്യോന്യം സ്നേഹം കർത്താവിൻ സ്നേഹമേ വാസം ചെയ്തിടട്ടെ. തമ്മിൽ ചിന്തിക്കണം കൽസ്വായും ശരീരവും നമ്മെ കാക്കട്ടെന്നാണ്. കൽസ്വായും ശരീരവും നമ്മെ കാക്കട്ടെന്നാണ്. പരിശുദ്ധം ദിവ്യമായ സമാധാനത്തിനു ശേഷം കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ദൈവമേ, നിന്റെ മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ, ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. സമാധാന പാതകർക്കായി കാത്തുവച്ചിരിക്കുന്ന നല്ല അന്ത്യത്തിന് ഞങ്ങളെയും അർഹരാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വശോ വമുകൂല സുബാൻ ലോർങ്ങി നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ സ്തോത്രബലി മൂലം ഈ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പാപവികാരങ്ങളിൽ നിന്നുള്ള അകൽച്ചയ്ക്കും പുണ്യപ്രവൃത്തികളോടുള്ള അടുപ്പത്തിനുമായി തീരണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഓശോ വമ്പുകൂല സുബാൻ ലോർമി ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും വിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും മേലെ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് വിശുദ്ധാത്മാവിനാൽ എഴുന്നള്ളിയിരിക്കുന്ന ആ മഹോന്നതങ്ങളിലായിരിക്കണം. ഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം.
എന്നെ ദൃഢപ്പെടുത്തുവാൻ കഴിയാത്ത കൂട്ടങ്ങളോടും ആത്മീയമായി ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസികളായ ഈ നിന്റെ ജനം മുഴുവനും വിശുദ്ധ ശ്രോപ്പന്മാരെ പോലെ കാതീശ് പാടിക്കൊണ്ട് ഉച്ചസ്വരത്തിൽ നിന്നെ മഹത്വപ്പെടുത്തുന്നു. മസാക്കിൽ പോയേ നമ്മുടെ കർത്താവ് പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കാൻ തയ്യാറായപ്പോൾ തന്റെ വിശുദ്ധ തൃകൈകളിൽ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ചു. തന്റെ പരിശുദ്ധ സ്ത്രീയന്മാർക്ക് നൽകിക്കൊണ്ടവരോട് നിങ്ങളിത് വാങ്ങി ഭക്ഷിപ്പി, ഇത് നിങ്ങൾക്ക് വേണ്ടി അനേകർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നതെന്ന് അരുളി ചെയ്തു. അപ്രകാരം തന്നെ കാസായി എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി തന്റെ പരിശുദ്ധ സ്ത്രീയന്മാർക്ക് നൽകിക്കൊണ്ടവരോട് ഇത് നിങ്ങളെല്ലാവരും വാങ്ങി പാനം ചെയ്യുകയും ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നുവെന്ന് അരുളി ചെയ്തു. സംബന്ധിക്കുമ്പോഴൊക്കെ ഞാൻ വരുന്നത് വരെ എന്റെ മരണവും കബറടക്കവും പുനരുദ്ധാനവും നിങ്ങൾ ഓർത്തുകൊള്ളുകയില്ലെന്ന് അവരോട് കൽപ്പിച്ചരുളി ചെയ്തു. അതാമോദോസേനോ സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ വിശുദ്ധവും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും ആദിയും അന്തവുമില്ലാത്തതുമായ വിശുദ്ധ തൃത്വത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ.
ഭയത്തോടും വിറയലോടും കൂടെ നാം സൂക്ഷിക്കണം. വിശുദ്ധയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു. ലോകത്തെ മെനഞ്ഞുണ്ടാക്കിയ പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ അമൂല്യമായ പങ്കപ്പാടുകളാൽ അതിനെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രനും നമ്മോട് കൂടെ ായ സകലത്തെയും പരിപൂർണമാക്കി തീർക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധർവായും നമ്മോട് കൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. Sasha Raje
ഭയപ്പെടുത്തുന്ന ഞങ്ങൾക്ക് രക്ഷയ്ക്കും പ്രതിവാരത്തിനുമായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ ജീവൻ രക്ഷയ്ക്കും പര്യാപ്തമാക്കി തീർത്ത് ദൈവം തമ്പുരാനെ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ശരീരരക്തങ്ങളാകുന്ന ഈ ദിവ്യദാനത്തിന് അർഹമാക്കി തീർത്ത ദൈവമേ, നിന്റെ കൃപയെ സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഏകപുത്രൻ മൂലവും അവന്റെ കൂടെയും നിനക്കും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും ഇപ്പോഴും എപ്പോഴും എന്നേക്കും യോഗ്യമാകുന്നു. സമാധാനമുണ്ടായിരിക്കട്ടെ. കൈക്കൊണ്ടതിനു ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന് മുമ്പാകെ നാം തലകുനിക്കണം. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സ്വർഗീയപ്പമാകുന്ന തമ്പുരാനെ, നിന്റെ രണ്ടാമത്തെ വരവിൽ നിത്യനാശത്തിന് ഞങ്ങളെ ഇടയാക്കരുതേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാരം നൽകുന്ന പരിശുദ്ധ ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള യാത്രാ ഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടെ പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയ്ക്കും കരുണയ്ക്കുമായി നിങ്ങളെ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്തോടെ പോകും. ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും മരിച്ചുപോയവരോടുകൂടെ ജീവനുള്ളവരും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ ഉദയസ്നേഹാൽ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദിസയുടെ റൂഷ്മേൽ മുദ്രയിടപ്പെട്ടവരുമേ, ഈ വിശുദ്ധ തൃത്വം നിങ്ങളുടെ കടങ്ങളെ ക്ഷമിക്കും, നിങ്ങളുടെ പാപങ്ങളെ പൊറുക്കും, നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമായ ദാസൻ നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും സഹായവും പ്രാപിക്കുമാറാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനത്തോടെ പോകുകയും എന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അനുഗ്രഹകരമായിട്ട് ഈ വിശുദ്ധ കൂദാശയും വിശുദ്ധ കുർബാനയും നടത്താൻ സർവശക്തനായ ദൈവം തന്ന ഭാഗ്യത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ും
ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബം എന്തുള്ളൂ. മക്കൾക്കു ദൈവത്തിൻ സ്നേഹമേകീടു മാതാപിതാക്കളാം നിങ്ങൾ മക്കൾക്കു ദൈവത്തിൻ സ്നേഹമേകീടു മാതാപിതാക്കളാം നിങ്ങൾ. മക്കൾ ദൈവത്തിൻ ദാനങ്ങളല്ലേ, വേദനിപ്പിക്കരുതേ അവരെ. മക്കൾക്കു ദൈവത്തിൻ സ്നേഹമേകീടു മാതാപിതാക്കളാം നിങ്ങൾ. മക്കൾ ദൈവത്തിൻ ദാനങ്ങളല്ലേ, വേദനിപ്പിക്കരുതേ അവരെ. ഒരു ചെറുപ്പക്കാരിയുടെ ജന്മദിനം കൂടെയാണെന്ന് അതുകൊണ്ട് ദൈവം കൊടുത്തത് സന്തോഷമാണെന്നാണ്. ഹാപ്പി ബർത്ത്ഡേ. സ്നേഹം കൊണ്ടൊരു വീടു പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാം. സ്നേഹം കൊണ്ടൊരു വീടു പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീടു പണിയാം. ദൈവത്തോടനുവാദം ചോദിക്കണം, ദൈവത്തിൻ ഹിതം തിരിച്ചറിയണം. ദൈവത്തിൽ ദൃഢമായ വിശ്വാസത്താലെ അടിത്തറ നന്നായി പണിയണം. ത്യാഗത്തിൻ ഭിത്തികൾ ഉയർത്തേണം, ക്ഷമ കൊണ്ടു മേൽക്കൂര ഒരുക്കേണം. പരസ്പര സ്നേഹ
പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീടു പണിയാം. ദൈവം സ്ഥാപിച്ച തിരുകുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. വീടിനു മോടി പകർന്നിടുവാൻ വിശുദ്ധി തൻ വെഞ്ചായം പൂശേണം. പരിശുദ്ധാത്മാവിൻ ദാനഫലങ്ങൾ തൻ തിരുനാളം വീട്ടിൽ പ്രകാശിക്കണം. എളിമ തന്നങ്കണം പണിയണം, സഹനത്തിൻ മണലതിൽ വിരിച്ചിടണം. വീടിൻ്റെ ഉള്ളിലും മുറ്റത്തും തൊടിയിലും പ്രാർത്ഥന സൗരഭ്യമൊഴുക്കേണം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ദൈവം സ്ഥാപിച്ച തിരുകുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ഒരു നാളെന്നൊരു നാൾ നാം കൂട് കൂട്ടിയില്ലേ, പല നാളിനി പല നാൾ നാം കൂട്ടുകൂടുകില്ലേ. ചിന്നി ചിന്നി ചിരി വിതറും മനസ്സിൽ കൊതി തീരല്ലേ, ചിന്നി മിന്നി ചിറകണിയും കിളികൾ വഴി തിരിയല്ലേ. ഒരു നാളെന്നൊരു നാൾ നാം കൂട് കൂട്ടിയില്ലേ, പല നാൾ ഇനി പല നാൾ നാം കൂട്ടുകൂടുകില്ലേ. ചിന്നി ചിന്നി ചിരി വിതറും മനസ്സിൽ കൊതി തീരല്ലേ, ചിന്നി മിന്നി ചിറകണിയും കിളികൾ വഴി പിരിയല്ലേ. പുതുവിണ്ണിൽ